ജാക്കി ചാൻ ഒരിക്കൽ സിൽവസ്റ്റർ സ്റ്റാലിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു ചെറിയ ശില്പം കണ്ടു. കണ്ടപ്പോൾ തന്നെ അതിനോട് വല്ലാത്തൊരു ഇഷ്ടവും കൗതുകവും അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനൊന്ന് തൊട്ട് നോക്കി. ശേഷം കയ്യിലെടുത്തു, ഒന്ന് മണത്ത് നോക്കി. പിന്നെ ഒരു മുത്തം കൂടി നൽകിയിട്ടാണ് ആ ശില്പം ജാക്കി ചാൻ അവിടെ തിരികെ വെക്കുന്നത്. തനിക്കും ഇതുപോലൊരു ശില്പം വേണം എന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. പക്ഷേ അത് സ്വന്തമാക്കാൻ ജാക്കി ചാന് തൻ്റെ ജീവിതത്തിൽ അടുത്ത 23 വർഷങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വന്നു. ആൻഡ് സിൽവസ്റ്റർ സ്റ്റാലിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യം കാണുന്നതിനൊക്കെ എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ജാക്കി ചാനോട് തൻ്റെ അച്ഛൻ ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. മോനെ, നീ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പലതരത്തിലുള്ള അവാർഡുകളും നിന്നെ തേടിയെത്തുന്നുണ്ട്. നീ എന്നാണ് ഒരു ഓസ്കാർ അവാർഡ് നേടാൻ പോകുന്നത്? പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് അന്ന് ജാക്കി ചാൻ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. അച്ഛാ, ഞാൻ ഉണ്ടാക്കുന്നത് മുഴുവൻ കോമഡി ആക്ഷൻ മൂവീസ് മാത്രമാണ്. വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞു പോയി. ജാക്കി ചാൻ ഹോളിവുഡിലേക്ക് വന്നു. വലിയ വലിയ ഡയറക്ടർമാരെയും സ്റ്റുഡിയോസിനെയും മീറ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് സുഹൃത്തായ സിൽവസ്റ്റർ സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് പോകുന്നതും ഈ ഓസ്കാർ പ്രതിമ ആദ്യമായി നേരിട്ട് കാണുന്നതും കൈകൊണ്ട് തൊടുന്നതും. അന്ന് അദ്ദേഹം തീരുമാനിച്ചു, എനിക്കും ഇതുപോലൊരെണ്ണം വേണം. അങ്ങനെ ഫൈനലി 56 വർഷത്തെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ജീവിതത്തിന് ശേഷം 200-ലധികം സിനിമകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം തൻ്റെ ശരീരത്തിലെ ഒരുപാട് എല്ലുകൾ പല തവണയായി പൊടിഞ്ഞു നുറുങ്ങിയതിന് ശേഷം അദ്ദേഹവും അത് സ്വന്തമാക്കി, ഓസ്കാർ. ഇങ്ങനെ ജാക്കി ചാൻ ഉൾപ്പെടെ ഓസ്കാർ നേടിയിട്ടുള്ള പലരും നേടുന്നതിന് ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ അത് നേടാൻ ആഗ്രഹിച്ചവരും നേടുന്നത് സ്വപ്നം കണ്ടവരുമായിരുന്നു. സോ ഡ്രീം ബിഗ്. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.